ഇപ്പോൾ ലോ അക്കാദമിയിൽ കെ മുരളീധരൻ നടത്തുന്ന നിരാഹാര സമരത്തിന് പിന്തുണയുമായി വി.എം. സുധീരൻ KPCC അധ്യക്ഷൻ എത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ലോ അക്കാദമിക്ക് മുന്നിൽ നിരാഹാര സമരം ചെയ്യുന്ന കെ മുരളീധരനെ കാണാനായി KPCC അധ്യക്ഷൻ വി.എം. സുധീരൻ എത്തിയിരിക്കുന്നു. ഇന്നലെയാണ് കെ മുരളീധരന്റെ നിരാഹാര സമരം ലോ അക്കാദമിക്ക് മുന്നിൽ ആരംഭിച്ചിരിക്കുന്നത്. സമരത്തിന് പിന്തുണയുമായിട്ടാണ് ഇപ്പോൾ വി.എം. സുധീരൻ അക്കാദമിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെട്ട് ആണ് ലോ അക്കാദമിക്ക് മുന്നിൽ സമരം. വലിയ പ്രതിഷേധങ്ങൾ ലോ അക്കാദമിക്ക് മുന്നിൽ നടത്തുന്നു. സംഘടനകൾ പ്രിൻസിപ്പലിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ അതിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും എത്തുന്നു. ഇപ്പോൾ കെ മുരളീധരൻ അവിടെ നിരാഹാര സമരം നടത്തുകയാണ്. അതിന് പിന്തുണയുമായാണ് വി.എം. സുധീരൻ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു സമരപ്പന്തലിൽ വി രാജേഷ് BJPയുടെ സെക്രട്ടറി, അദ്ദേഹം നിരാഹാര സമരം ഇരിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങൾ പേരൂർക്കടയിലെ ലോ അക്കാദമിക്ക് മുന്നിൽ നടക്കുന്നു. നേതാക്കന്മാരും വലിയ പാർട്ടികളുടെ പല നേതാക്കന്മാരും അങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട് സമരപ്പന്തലിൽ ഇരിക്കുന്നവരെ കാണാൻ വേണ്ടിയിട്ട്. അതേസമയം ഇന്ന് അവിടെ ADMന്റെ നേതൃത്വത്തിൽ വീണ്ടും ചർച്ചയുണ്ടാകും. സമരക്കാരുമായും മാനേജ്മെന്റുമായും ജിതിൻ നൽകും നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ. ജിതിൻ, കെ മുരളീധരനെ കാണാൻ വേണ്ടി ഇപ്പോൾ വി.എം. സുധീരൻ എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതേ KPCC അധ്യക്ഷൻ വി.എം. സുധീരൻ ഇപ്പോൾ ലോ അക്കാദമിക്ക് മുന്നിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന കെ മുരളീധരനെ സന്ദർശിക്കുകയാണ്. ഒപ്പം തന്നെ ലോ അക്കാദമി വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്ന സംഭവവികാസം, കേരള സർവകലാശാല ലോ അക്കാദമി വിഷയം സംബന്ധിച്ച് അന്വേഷിച്ച ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി അടിയന്തര സിൻഡിക്കേറ്റ് യോഗവും വിളിച്ചിരിക്കുന്നു. 6-ാം തീയതി രാവിലെ 10-നാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുക. നേരത്തെ 10-ാം തീയതി സിൻഡിക്കേറ്റ് യോഗം ചേരുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. അത് മാറ്റി ഇപ്പോൾ 6-ാം തീയതിയിലേക്ക് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ലോ അക്കാദമി വിഷയം ചർച്ച ചെയ്യാനായി മാത്രം ചേരുകയാണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് ADMന്റെ അധ്യക്ഷതയിൽ വീണ്ടും ചർച്ച നടക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം തന്നെ ഇതുവരെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും നേരത്തെ നൽകിയ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന ഉറപ്പുകൾ, SFIയുമായി നടത്തിയ ചർച്ചയിൽ നൽകിയിരുന്ന ഉറപ്പുകൾ സംബന്ധിച്ച മിനിറ്റ്സ് ഹാജരാക്കണമെന്ന് ഹാജരാക്കണമെന്ന് മാനേജ്മെന്റിനോട് ADM നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ അത് സംബന്ധിച്ചുള്ള ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുമെന്ന് പറഞ്ഞ ചർച്ചയും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാവുന്നു എന്നതാണ് പുതുതായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മാനേജ്മെന്റ് മിനിറ്റ്സ് ഹാജരാക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ADMവുമായി ബന്ധപ്പെട്ട വിവരം അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മിനിറ്റ്സ് ഹാജരാക്കിയില്ലെങ്കിൽ ഇന്ന് ചർച്ച നടക്കാനുള്ള സാധ്യതയുമില്ല. അതിനാൽ ആ ചർച്ചയും ഏറെക്കുറെ അനിശ്ചിതത്വത്തിലായി എന്ന് പറയേണ്ട അവസ്ഥയാണുള്ളത്. വിദ്യാർത്ഥികൾ എന്തായാലും തങ്ങളുടെ നേരത്തെയുള്ള ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ലക്ഷ്മി നായർ രാജിവെക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വി.എം. സുധീരൻ സംസാരിക്കുകയാണ്. നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനമായ പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ ഇന്നലെ മുതൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ച വിവരം വളരെയേറെ ചലനങ്ങൾ ഉണ്ടാക്കിയ ആ നിരാഹാര സംബന്ധിച്ച വിവരം ഇന്ന് കേരളം ചർച്ച ചെയ്യുകയാണ്. കേരളത്തിനപ്പുറത്ത് മലയാളികൾ ഉള്ളിടത്തൊക്കെ സജീവ ചർച്ചാ വിഷയമായി വന്നിരിക്കുകയാണ്. ലോ അക്കാദമി പ്രശ്നം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരുന്ന ജീർണതയ്ക്കെതിരെ, അഴിമതിക്കെതിരെ, ക്രമക്കേടുകൾക്കെതിരെ, വിദ്യാർത്ഥി പീഡനങ്ങൾക്കെതിരെ, മനുഷ്യാവകാശങ്ങൾക്കെതിരെ, അതുപോലെ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കെതിരെ നടന്നുവരുന്ന ഈ നാട്ടിലെ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് അതിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ആരംഭിച്ച സമരമാണ്. വി.എം. സുധീരൻ ലോ അക്കാദമിയിൽ സംസാരിക്കുകയാണ്. കെ മുരളീധരന്റെ നിരാഹാര സമരവേദിയിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി എത്തിയതാണ്.